എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വാക്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇളകാത്ത ഒരു രാജ്യമുണ്ട് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യം പ്രാപിക്കാനായിട്ട് നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ രാജ്യത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ദൈവം ആരാണ്, അവിടുത്തെ സവിശേഷത എന്താണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഈ 3 സംഭവങ്ങളിലെ പ്രധാന സന്ദേശം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്ക് പറയും: ഇളകാത്ത രാജ്യം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഇളകാത്ത രാജ്യം. ഇളകാത്ത രാജ്യം എന്ന് പറയുമ്പോൾ അൻ അൺഷേക്കബിൾ കിങ്ഡം എന്നാണ് പറയുന്നത്. അൻ അൺഷേക്കബിൾ കിങ്ഡം. ഇവിടെ ഒരു 2-3 ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇളക്കാൻ കഴിയാത്ത ഒരു രാജ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അതെവിടെയാണ്? ഇതെല്ലാം ചോദിക്കാമെന്ന ചോദ്യമാണ്. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അതിൻ്റെ പിന്നിലെ ചിന്ത എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ഉദയം കൊണ്ടിട്ടുള്ള മിക്കവാറും സാമ്രാജ്യങ്ങളെല്ലാം അസ്തമിച്ചു പോയിട്ടുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സാമ്രാജ്യങ്ങൾ: 1 ബാബിലോൺ, 2 മേദ്യപേർഷ്യ, 3 ഗ്രീസ്, 4 റോമൻ സാമ്രാജ്യം. ഇതെല്ലാം ഉദയം കൊണ്ടതിനെക്കുറിച്ചും അസ്തമിച്ചതിനെക്കുറിച്ചും ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം. റോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിരുന്നു. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്നാണ്. എല്ലാ റോഡും റോമിലേക്ക്. ലോകത്തെ ഉരുക്കുമുഷ്ടിക്കകത്ത് ഭരിച്ചു പോകുന്ന സാമ്രാജ്യങ്ങൾ. ഇതെല്ലാം അസ്തമിച്ചു പോയി. പിന്നീട് എത്രയെത്ര സാമ്രാജ്യങ്ങൾ അസ്തമിച്ചിട്ടുണ്ട്. ഈജിപ്റ്റ്, അസീറിയ, ഏറ്റവും ഒടുവിൽ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ എത്രയെത്ര രാജ്യങ്ങൾ ഇവിടെ അസ്തമിച്ചു. ഒരു കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് പറഞ്ഞ ഒരു രാജ്യമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. എത്ര കഷണങ്ങളായിട്ടാണ് ഇതൊക്കെ ചിതറിപ്പോയത്. ഇപ്പം രാജ്യങ്ങൾ പലതും ഇവിടെ ഇളകിപ്പോയി. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇളകാത്ത രാജ്യം എന്ന് പറയുന്ന ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ. അങ്ങനെ ഒരു രാജ്യമുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ തന്നെ 26-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് നോക്കണം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാ. ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കുറിക്കുന്നത് നല്ലതാ. ഇതൊക്കെ ആത്മീകരുടെ ലക്ഷണമാണ്. അവിടെ വായിക്കുന്നു, അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല
ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആ വാക്യത്തെ ശ്രദ്ധിച്ചാൽ ഒരിക്കൽ ഭൂമിയെ ഇളക്കി, അപ്പോൾ ഒരിക്കൽ ഭൂമി ഇളകി. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. അപ്പൊ ഭൂമി ഇളകി, ഇനിയും ഭൂമിയും ഇളകും, ആകാശവും ഇളകും. ഈ ഭൂമി ഇളകി എന്ന് പറയുമ്പം അതിന് ഭയങ്കര അർത്ഥവ്യാപ്തിയാണ്. ലാത്തൂരിലൊക്കെ ഉണ്ടായ ഭൂകമ്പം നിമിത്തം, ഭൂമി ഇളകിയത് നിമിത്തം അടിത്തട്ടിൽ 14 കിലോമീറ്റർ ആഴത്തിൽ കിടന്ന മണ്ണ് വരെ ഇളകി മുകളിൽ വന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇളകുക എന്ന് പറഞ്ഞാൽ അസാധാരണമായി ഇളകും. എത്ര പ്രാവശ്യം ഇളകിയിട്ടുണ്ട്. ഭൂമി പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, കീറുന്നു. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളാണ്. ഭൂമി ഇളകി, ഇനി ഇളകും. ഇവിടെ പണിതു കൂട്ടി വച്ചിരിക്കുന്ന കോൺക്രീറ്റ് കാടുകളെല്ലാം ഇളകും. റിക്ടർ സ്കെയിലിൽ 7 മുകളിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ മുഴുവൻ ഇളകും. അപ്പോൾ അത് തർക്കമില്ലാത്തൊരു സംഗതിയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ കൂടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പ്രസംഗ വേദികളിലുള്ളവരാണ്. സാധാരണ ഡിസംബർ മാസം 12-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ മഴ പെയ്യരുതാത്തതാണ്. പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനമർദ്ദമെന്നാണ് ഇതിന് പേര്. എപ്പോൾ വേണമെങ്കിലും ഈ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാം, മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുക. ഭൂമി ഇളകുമെന്ന് പറഞ്ഞാൽ ഇളകും, അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിങ്ങനെ തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇളകും, ആകാശവും ഇളകും. എന്നിട്ട് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്നാണ് ഇവ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇളക്കമില്ലാത്ത ഒന്നുണ്ട്, അതാണ് നിലനിൽക്കുന്നത്. പിന്നെ ഭൂമിയെക്കുറിച്ചും ആകാശത്തെയും കുറിച്ചും ഒക്കെ പറഞ്ഞത് നിർമ്മിതമായതാണ്. ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഭൂമി ഇളകി, ഇനി ഇളകും, ആകാശം ഇളകും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ആശയം മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പൊ എന്താണ് ഇളകാത്ത രാജ്യം? പ്രധാന പ്രമേയം എന്താണ് ഇളകാത്ത രാജ്യം? ഇളകാത്ത രാജ്യം നമ്മൾ പഠനവിധേയമാക്കണമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ശരിക്കും പഠിക്കണം. സുവിശേഷത്തെ 2 ഭാഗമായിട്ടാണ് പൊതുവിൽ നമ്മൾ തരംതിരിച്ചു പഠിക്കുന്നത്. അതിൽ 1-ാം ഭാഗം എന്ന് പറയുന്നത് സമാന്തര സുവിശേഷങ്ങളാണ്. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് അതിനെ വിളിക്കാം, അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ. യോഹന്നാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മത്തായിയും മർക്കോസും ലൂക്കോസും അവതരിപ്പിച്ച അവതരണ രീതികളിലൂടെയല്ല യോഹന്നാൻ പോയിട്ടുള്ളത്. എന്നാൽ ഈ വ്യത്യാസമില്ലാതെ പൊതുവിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന പ്രയോഗം കാണുന്നു എന്നുള്ളതാണ്. സ്വർഗരാജ്യം. എന്നാൽ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിലും സ്വർഗരാജ്യം എന്ന പ്രയോഗമല്ല കാണുന്നത്, ദൈവരാജ്യം എന്ന പ്രയോഗമാണ് കാണുന്നത്.
നമ്മളതിനെ ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ എന്താണ് ഈ ദൈവരാജ്യം? എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യവും സ്വർഗരാജ്യവും പറഞ്ഞാൽ ഇളകാത്ത രാജ്യം എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നതല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് കാണാൻ കഴിയാത്തതാണ്. ഞാനത് വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ ഒരു വാക്യമുണ്ട്. ലൂക്കോസ് 17:20-21. ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീക്ഷന്മാർ ചോദിച്ചതിന് കർത്താവ് പറഞ്ഞ ഉത്തരമാണ്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. എന്നിട്ട് പറയുന്നു, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ കാണാൻ കഴിയുന്നതല്ല ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗാഡ് കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നാൽ അത് ഇതാ ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറയത്തുമില്ല. അപ്പൊ എന്താണ് ദൈവരാജ്യം? കാണാൻ കഴിയാത്തതാണ്, പിന്നെ അനുഭവിക്കാൻ പറ്റുന്നതാണ്. ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടല്ല പൗലോസ് പറഞ്ഞത് ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല. ഭക്ഷണവും പാനീയവും കാണാൻ കഴിയുന്നതാണ്. എനിക്ക് കുടിക്കാൻ ഇവിടെ ഒരു ബോട്ടിൽ വെള്ളം തന്നായിരുന്നു. ഇത് കാണാം, ഇത് കാണാം. ഇവിടെ ഒരു പ്ലേറ്റ് ഭക്ഷണം വെച്ചാൽ അത് കാണാം. ഇപ്പൊ ഭക്ഷണമാണെങ്കിൽ പാനീയമാണെങ്കിൽ കാണാം. ഒന്ന് ഖരരൂപത്തിലുള്ളതാണ്, മറ്റൊന്ന് ദ്രാവക രൂപത്തിലുള്ളതാണ്. രണ്ടും കാണാം. പക്ഷെ പോൾ പറയുന്നു ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ദൈവരാജ്യം നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അതുകൊണ്ട് പറഞ്ഞു ദൈവരാജ്യം ഒരു അനുഭവമാണ്. ശരിക്കും നമ്മൾ എന്തിനെയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാണാൻ കഴിയുന്നതല്ലെന്ന് പറഞ്ഞു, വസ്തുമയമല്ല. പിന്നെന്താണ് ദൈവരാജ്യം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യരുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ദൈവിക ഭരണ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗാഡ്. എന്താണ് ദൈവരാജ്യം? പറഞ്ഞേ. മനുഷ്യരുടെ ഹൃദയത്തിലുള്ള ദൈവിക ഭരണം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ സി മൈനർ. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു പഴയ പാട്ട്, ഒരു വർഷിപ്പ് സോങ്. എൻ്റെ ശബ്ദമെല്ലാം അടച്ചിരിക്കുകയാണ്, പാടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനങ്ങ് പാടുക. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അപ്പൊ യേശു ഒരാളുടെ അകത്ത് ഭരിക്കാനായി വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ദൈവരാജ്യം. സ്തോത്രം. ആ പാട്ടിനകത്തൊരു റെവലേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. 1-2 ലൈന്. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഒരിക്കൽ കൂടെ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശു വന്ന് വാഴുന്നു, അതാണ് ദൈവരാജ്യം. അതാ ഞാൻ പറഞ്ഞത്.
ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ദൈവിക ഭരണത്തെ വിളിക്കുന്ന പേരാണ് ദൈവരാജ്യം. പക്ഷേ ഈ ഭരണം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? എൻ്റെ പേര് റെജി മാത്യു. ശാസ്താംകോട്ട എന്ന് വെറുതെ വിളിക്കുന്നത് കേട്ടോ, എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കത് താല്പര്യമില്ല. അങ്ങനെ പരിചയപ്പെടുത്തിയാൽ ഞാൻ തിരിച്ചു പറയും. ഒരു 15 വർഷത്തിന് മുമ്പ് ഞാൻ ആ നാട്ടിൽ ആ സഭയുടെ പാസ്റ്ററായിരുന്നത് കൊണ്ട് എൻ്റെ പേരങ്ങനെ വന്നതാണ്. അവിടുന്ന് മാറിയപ്പോഴും ഈ പേരെൻ്റെ പുറകെ ഇങ്ങനെ വന്നു. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നോർമലി അങ്ങനെ വിളിക്കാറില്ല. ഞാൻ ആ ചർച്ചിൽ ഇരുന്നപ്പോഴാണ് ഈ പ്രസംഗവേദിയിലോട്ട് വന്നത്. അങ്ങനെയാണ് ഈ പേര് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് റെജി മാത്യു, എൻ്റെ അപ്പൻ്റെ പേര് ജോൺ മാത്യു, എൻ്റെ വല്യപ്പൻ്റെ പേര് മത്തായി ജോർജ്, എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ്റെ പേര് ജോർജ് മത്തായി. അപ്പം ഞങ്ങൾ ഇങ്ങനെ ജോർജായി, മത്തായി ആയി, മാത്യു ആയി, ഇങ്ങനെ തുടർന്ന് വരുക. അപ്പം ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റിൽ തന്നെ വന്നിട്ട് ഏതാണ്ട് ഒരു 98 വർഷത്തോളമായി. ഞാനത് അങ്ങനെ പറയുന്നത്, എൻ്റെ വല്യപ്പന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ വല്യമ്മച്ചി രക്ഷിക്കപ്പെടുന്നത്. അന്ന് എൻ്റെ വല്യപ്പച്ചനെ എടുത്തോണ്ട് പോയിട്ടാണ് അമ്മച്ചി രക്ഷിക്കപ്പെടുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളൂ. അപ്പച്ചൻ മരിച്ചത് 92ാമത്തെ വയസ്സിൽ. മരിച്ചിട്ടിപ്പോൾ ഒരു 7 വർഷമായി. അപ്പോൾ ഏതാണ്ട് ഒരു 98-99 വർഷമായി വല്യമ്മച്ചി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ വിശ്വാസത്തിൽ വന്നിട്ട്. ഇതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മിണ്ടുന്നില്ല. അതായത് ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസ കുടുംബത്തിലെ അംഗമാണെന്നൊന്നും പറഞ്ഞാൽ ആരും ദൈവരാജ്യത്തിൽ വരത്തില്ല. എനിക്ക് 2 മക്കളുണ്ട്. അപ്പൻ അറിയപ്പെടുന്ന പ്രഭാഷകനാണെന്നുള്ളത് കൊണ്ട് എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ വരത്തില്ല. നമ്മുടെ പാരമ്പര്യങ്ങളല്ല നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്നത്. മാത്യു ആകാം, ചാക്കോ ആകാം, തോമ ആകാം, ആരും ആകാം, ഇതൊന്നുമല്ല നമ്മളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. യേശു നമ്മളിൽ ഭരണം ആരംഭിക്കുന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ദൈവരാജ്യം നമ്മളിൽ വെളിപ്പെടുന്നത് ഇതുകൊണ്ടല്ല. ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ, 1.25 മാർഗമില്ല. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഒരു അമ്മയും പറഞ്ഞോണ്ട് യോഹന്നാൻ 3:3 കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് കർത്താവിന്റെ ദാസന് 9 മണി വരെ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റപ്പോൾ 8:04. അപ്പം ഞാൻ നോക്കിയപ്പോൾ 56 മിനിറ്റേ ഉള്ളൂ പ്രസംഗിക്കാൻ. ഒരു 20 മിനിറ്റ് പ്രാർത്ഥിക്കാൻ മാറ്റിയാൽ 40 മിനിറ്റ് തികച്ചില്ല പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ ദാസനോട് ചോദിക്കാതെ ഇന്ന് ഇച്ചിരി സമയം കൂടെ അങ്ങ് എടുക്കും. നിങ്ങൾ ഹാപ്പിയാണല്ലോ അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം ഒരാളിൽ ആരംഭിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ ചെയ്യണ്ടേ? യോഹന്നാൻ 3 ശരിക്കും വായിച്ചാൽ ജഡത്താൽ ജനിച്ചത് ജഡം. എന്നാ പറഞ്ഞേ? ജോൺ മാത്യുവിന് ജനിച്ച മകൻ ജഡത്താൽ ജനിച്ചതായതുകൊണ്ട് ജഡ, അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. അങ്ങനെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒരൊറ്റ മാർഗമുണ്ട്, പുതുതായി ജനിക്കണം. അത് ജഡത്താലുള്ള ജനനമല്ല. അതിനെ വിളിക്കുന്ന പേര് ആത്മാവിനാലുള്ള ജനനമെന്നാണ്. ജഡത്താൽ ജനിച്ചവൻ വീണ്ടും ജനിക്കണം. അത് ജഡത്തിലല്ല, അത് ആത്മാവിലാണ്. ഇങ്ങനെ ജഡത്താൽ ജനിച്ചവൻ വീണ്ടും ജനിക്കുമ്പോൾ ആ വീണ്ടും ജനിച്ചവൻ ആ കിങ്ഡം ഓഫ് ഗോഡിനകത്തേക്ക് വന്ന് കയറുക. നിങ്ങൾ യോഹന്നാൻ 3:3 വായിക്കുമ്പോൾ
പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ലെന്നും, യോഹന്നാൻ 3:5 വായിക്കുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ലെന്നും പറയുന്നുണ്ട്. അപ്പം ദൈവരാജ്യം കാണണമെങ്കിൽ, ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ പുതുതായി ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. സ്തോത്രം. അവിടെ ആ കാര്യം ക്ലിയർ ആകുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമുള്ള ദൈവീക ഭരണമാണ്. അതിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് പുതുതായി ജനിക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ ആത്മാവിൽ ജനിക്കുന്നതിലൂടെയാണ്. എന്റെ ചോദ്യം, പുതുതായി ജനിച്ചിട്ടുണ്ടോ? മിണ്ടുന്നില്ല. പുതുതായി ജനിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ചിലർ വരെ സ്നാനപ്പെട്ടതാണ്. സ്നാനമല്ല വീണ്ടും ജനനം. സ്നാനം മരണത്തോടുള്ള പങ്കാളിത്തമാണെങ്കിൽ വീണ്ടും ജനനത്തിൽ പുതിയൊരു ജീവൻ ഉളവാകുന്നതാണ്. സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്വം നമ്മളിൽ വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, 1.25 മാർഗമില്ല. അത് സ്നാനമാണ്. സ്നാനമാണ്. ഞാൻ ഈ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് പദത്തെ വിവർത്തനം ചെയ്യാൻ വിവർത്തകന്മാരിരുന്നപ്പോൾ, ബാപ്റ്റിസ്മ എന്ന് പറയുന്ന ആ പദത്തിന് വിവർത്തനം ചെയ്യാൻ തത്തുല്യമായ ഒരു പദം കാണാഞ്ഞത് കൊണ്ട് ആ ബാപ്റ്റിസ്മ എന്ന പദത്തോട് തുല്യതയുള്ള ഒരു ഇംഗ്ലീഷ് പദത്തെ അവർ രൂപപ്പെടുത്തിയെടുത്തു. അതാണ് ബാപ്റ്റിസം. ബാപ്റ്റിസ്മ, ബാപ്റ്റിസം, അത് മുഴുകി സ്നാനപ്പെടുന്നതിനെയാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ മുങ്ങുന്നതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒഴിക്കലല്ല, തളിക്കലല്ല ബാപ്റ്റിസം. ബാപ്റ്റിസം മുങ്ങുന്നതാണ്. അങ്ങനെ മുങ്ങുമ്പോഴാണ് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നത്. ഞാൻ അതിനെ മനസ്സിലാകാൻ വേണ്ടി പറയാം. വെള്ളത്തിൽ മുങ്ങുമ്പോൾ നാം അവിടുത്തെ മരണത്തോട് പങ്കാളിയാകുകയും വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ നാം അവിടുത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുകയും കൂടെ ചെയ്യുകയാണ്. ഇതാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ സ്നാനമല്ല വീണ്ടും ജനനം. സ്നാനം അത്യാവശ്യമാണ്, വീണ്ടും ജനനം വളരെ അത്യാവശ്യമാണ്. ഒരാമയം പറഞ്ഞാട്ടെ. അപ്പൊ ഇങ്ങനെ വീണ്ടും ജനിച്ചവർ മാത്രമുള്ള ഒന്നാണ് ദൈവരാജ്യം. ഞാൻ 3:3 നിന്നും 3:5 നിന്നുമാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഈ സ്വർഗരാജ്യം എന്താണ്? സ്വർഗരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പൊതുവിലുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, മത്തായി സുവിശേഷം യഹൂദന്മാർക്ക് എഴുതിയത് കൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അനുവാചകർ, വായനക്കാർ യഹൂദന്മാരായതുകൊണ്ട് അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പദം, അതായത് ദൈവരാജ്യം എന്നുള്ളതിന് അപ്പുറത്ത് സ്വർഗരാജ്യം എന്ന് മത്തായി രേഖപ്പെടുത്തി. അതൊരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ തത്വത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ദൈവരാജ്യം കാണാൻ കഴിയാത്തതാണെങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയുന്നതാണ്. ദൈവരാജ്യം ഹൃദയത്തിലുള്ള ദൈവിക ഭരണമാണെങ്കിൽ സ്വർഗരാജ്യം സ്വർഗീയമായ ഒരു ഭരണമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചവർ മാത്രമേ ഉള്ളെങ്കിൽ സ്വർഗരാജ്യത്തിൽ വീണ്ടും ജനിക്കാത്തവരും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ കർത്താവ് ഒലിവുമലയിൽ പാദം ചവിട്ടുമല്ലോ, മഹത്വ പ്രത്യക്ഷതയിൽ. മേഘപ്രത്യക്ഷത സഭയ്ക്ക് വേണ്ടിയാണ്. അത് മധ്യാകാശത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത്.
എന്നാൽ മഹത്വ പ്രത്യക്ഷത സഭയ്ക്ക് വേണ്ടിയല്ല, അത് സഭയുമായിട്ട് വരുന്നതാണ്. അത് പ്രധാനമായും യഹൂദന്മാർക്ക് വേണ്ടിയാണ്, ഇസ്രയേലിന് വേണ്ടിയാണ്. ആ പദമാണ് കൂടുതൽ അവിടെ ആപ്റ്റായിട്ടുള്ളത്, ഇസ്രയേലിന് വേണ്ടിയാണ്. നിങ്ങൾ 20-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. വേണമെങ്കിൽ 20-ാം അധ്യായത്തിൻ്റെ ആ പ്രാരംഭത്തിലുള്ള 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും പിടിച്ചു അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ നമ്മൾ ആ ഭാഗം താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം നോക്കിക്കേ. 4-ാമത്തെ വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അപ്പോ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്വത്തിലേക്ക് വരുന്ന ഒരു കൂട്ടരുണ്ട്. സ്തോത്രം. അത് യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ട ഒരു കൂട്ടരാണ്. അവർ ജീവിച്ചു. അതായത് മൃഗത്തെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ, പ്രതിമയെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ, കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു കൂട്ടർ അവർ ഉയർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സഭയ്ക്ക് വേണ്ടിയല്ല, സഭയുമായിട്ട് വരുന്ന വരവാണ്. ഈ സമയത്ത് ഇസ്രയേലാണ് ആ ഒരു പുനരുത്ഥാനത്തിലേക്ക് വരുന്നത്. ഞാനത് വന്ന വഴിക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒലിവുമലയിൽ അവിടുന്ന് പാദം ചവിട്ടുമ്പോൾ മാനവജാതിയെ 2ആയിട്ട് വിഭാഗിക്കുന്നുണ്ട്. അതിൽ വലത്തുള്ളവരോട് പറയും, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്ന കാര്യം നിങ്ങൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാകും. അതൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് വായിക്കുക. അതിൻ്റെ 34-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് ശ്രദ്ധിച്ചോ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ, അതായത് വലത്തുള്ളവർ, കർത്താവിനോട് ചോദിക്കുക, കർത്താവ്, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടു, ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഇതെല്ലാം ഇങ്ങോട്ട് പറഞ്ഞ് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഈ ചെറിയ സഹോദരന്മാരിൽ, വാക്യം 40, ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുക. മഹാപീഡന കാലഘട്ടത്തിൽ ചിതറിപ്പോകുന്ന ജനത്തെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ജാതീയരായിട്ടുള്ള സമൂഹത്തെയാണ് ഈ പേരിൽ വിളിച്ചിരിക്കുന്നത്. അവരെയാണ് പറയുന്നത് വലത്തുള്ളവരോട്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരാൻ. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് തന്നെ അറിയത്തില്ല എപ്പോഴാ യേശുവിനെ വിശന്നവനായി കണ്ടത്, എപ്പോഴാണ് യേശുവിനെ ദാഹിക്കുന്നവനായി കണ്ടത്, എപ്പോഴാണ് യേശുവിനെ നഗ്നനായി കണ്ടത്. കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. അവരോട് പറയുക, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വാ. ഒരാമയം പറഞ്ഞാട്ടെ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വാ, ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്നതിലേക്ക് വാ. ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചവർ മാത്രമേ ഉള്ളൂ.
ആ കാലഘട്ടത്തിൽ ചിതറിപ്പോയ ദൈവജനത്തെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ മാത്രം ഈ ഒരു കൂട്ടത്തെ അതിനകത്തേക്ക് കർത്താവ് കയറ്റുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളും ഉണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട്. ആമേൻ. അതിൽ നമ്മൾ വളരെ പ്രാധാന്യതയോടെ കാണേണ്ടുന്ന ഒരു കാര്യം ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന സംഗതിയാണ്. 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഒരു 5 പ്രസംഗം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ കൈ ഒന്ന് ഉയർത്തിയാട്ടോ. ഒരു 5 പ്രസംഗം കേട്ട ആരെങ്കിലും? ആരുമില്ല. 4 കേട്ടിട്ടുണ്ട്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഒരു 2 പ്രസംഗം കേട്ട ആരെങ്കിലും ഉണ്ടോ? ഒരു കൈ ഞാൻ കാണും. ഇത്രയും പേരിയ്ക്കുന്നതിലേ പ്രസംഗം കേൾക്കുന്നവർ വളരെ കുറവാണ്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നില്ല. അതാ നമ്മൾ ഉറപ്പായിട്ടും കയറുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ 1000 ആണ്ട് വാഴ്ച. മില്ലേനിയൽ കിങ്ഡം. എന്നോടൊപ്പം ഉണ്ടോ? സത്യത്തിൽ ഇത് KV സൈമൺ സാറിൻ്റെ ഒക്കെ വലിയ പുസ്തകങ്ങൾ, YSKL സാറിൻ്റെ ഒക്കെ വലിയ പുസ്തകങ്ങളുണ്ട്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് വലിയ പുസ്തകമുണ്ട്. ഒന്ന് പഠനവിധേയമാക്കേണ്ടതാണ്. നമ്മുടെ ഇടയിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇപ്പം ചെയ്യുന്നത് TPM സമൂഹമാണ്. നമ്മുടെ ഇടയിൽ മല്ലുകെട്ടി വാതുകെട്ടി കെട്ടിക്കെട്ടി പോരാടുന്ന ചില പോരുകൾ, ഓലമടലുകൾ ഒടിഞ്ഞു വീഴുന്നത് പോലെ, പച്ചളിയിൽ പച്ചപ്പുഴു പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവുക. അല്ലാതെ നമ്മൾ ഈ കാതലായ പഠനങ്ങൾക്കൊന്നും വിധേയപ്പെടുന്നില്ലല്ലോ. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മോഡൊന്ന് മാറ്റിയിട്ട് പോരാട്ടം ഒഴിയാൻ പോകുന്നു, ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു, മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക് ദൈവം നിന്നെയും നിന്റെ തലമുറയെ അയക്കാൻ പോകുന്നു എന്നൊക്കെ ഒന്ന് പ്രസംഗിച്ച് നോക്കിയേ. ഇന്നിവിടെ ഇളകി ക്യാമറയും തട്ടിക്കളഞ്ഞ് മിക്സറും എടുത്തെറിഞ്ഞ് ഇരിക്കുന്ന ചെയറും ചവിട്ടി പൊട്ടിച്ച് ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാകും. കാരണം നമ്മൾ ഈ മേഖലയിൽ ഭയങ്കര ശ്രദ്ധാലുക്കളാണ്. അല്ലാതെ കാതലായ കാര്യങ്ങളോട് കാര്യമായി പ്രതികരിക്കുന്നവരല്ല. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ 23 വർഷമായി സഭാശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ടേ 2007 മുതൽ പ്രസംഗം തുടങ്ങിയ ആളാണ്. അപ്പോൾ ഒരു ദീർഘകാലത്തെ ശുശ്രൂഷയുടെ ഒരു പരിചയം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ജനത്തിൻ്റെ ശൈലി എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇതിനോട്. ഇതൊക്കെ ഡിമാൻഡ് ഇല്ലാത്ത പ്രസംഗ വിഷയങ്ങളാണ്, കേൾക്കാൻ താല്പര്യപ്പെടാത്ത പ്രസംഗ വിഷയങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 1000 ആണ്ട് നമ്മൾ കർത്താവിനോടുകൂടെ വാഴും ഈ ഭൂമിയിൽ. ഒരാമയം പറഞ്ഞാട്ട്. ഈ ഭൂമിയിൽ നമ്മൾ വാഴും. ആ കാലത്തെ വിളിക്കുന്ന വേറൊരു പേരാണ് മസിയാനിക് കിങ്ഡം, മശികൈക രാജ്യം. നിങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകണം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. ഈ 11-ാം അധ്യായത്തില് അതിൻ്റെ 4-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഈ കിങ്ഡത്തെ കാണാം. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. 5-ാമത്തെ വാക്യം, നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. 6 തൊട്ട് താഴോട്ട് വായിച്ച്, മൃഗങ്ങളിൽ നിന്ന് വന്യത മാറുന്ന ഒരു കാലമായിരിക്കും ആ കാലം. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യത്തില്ല. കേട്ടോണേ, ക്രിമിനലുകൾ ഇല്ലാത്ത ഒരു കാലമായിരിക്കും ആ കാലം. വന്യത ഇല്ലാത്ത ഒരു കാലമായിരിക്കും ആ കാലം. പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ലാത്ത, മിലിറ്ററി ആവശ്യമില്ലാത്ത,
റൂട്ട് മാർച്ചുകൾ ആവശ്യമില്ലാത്ത, 144 ആവശ്യമില്ലാത്ത ഒരു കാലമായിരിക്കും ആ കാലം. ഒരാമേ പറഞ്ഞാട്ട്. നിരോധനാജ്ഞകൾ ആവശ്യമില്ലാത്ത ഒരു കാലം. യേശു രാജാവായി തന്റെ രാജ്യത്തെ ഭരിക്കുന്ന ഒരു കാലം. ഒരാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. അയ്യോ, നമ്മളിങ്ങനെ ഒത്തിരി പാടാറുണ്ടെന്നേ ഇങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച്. എഫ് മൈനർ. ഇങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി പാടാറുണ്ട്. രാജ്യമൊരുക്കി തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അറിയാമോ പാട്ട്? രാജ്യമൊരുക്കി തൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം, ആനന്ദഗാനം പാടും വിശുദ്ധ ഒന്നായി ചേർന്നു വരുന്നല്ലോ, ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആ ഓ ആ ഓ രാജ്യമൊരുക്കിതൻ വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാഥം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ. രാജ്യമൊരുക്കി വരുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. വേറെ എത്ര പാട്ടുകളുണ്ട് നമ്മൾ അങ്ങനെ പാടുന്നു. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ, വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ വരുന്നെന്ന്, രാജ്യം ഒരുക്കിക്കൊണ്ട് വരുന്നെന്ന്, ക്ലേശം തീർന്ന് നാം നിത്യം വസിക്കുമെന്ന്. ഒരാമേൻ പറഞ്ഞാട്ട്. അപ്പൊ മശിഹ രാജാവായി ഈ മണ്ണിനെ ഭരിക്കുന്ന ഒരു കാലമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. മശിഹ രാജാവായി ഈ മണ്ണിനെ ഭരിക്കുന്ന ഒരു കാലം ഉണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവരാജ്യം, സ്വർഗരാജ്യം. അപ്പൊ ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത് എന്നാ പാസ്റ്ററെ? ദൈവരാജ്യവും സ്വർഗരാജ്യവും കൂടാതെ മൂന്നാമതൊരു രാജ്യം ഉണ്ടെന്നല്ല പറയുന്നത്. ഈ മശിഹൈക രാജ്യത്തിന്റെ സ്വഭാവമാണ് പറയുന്നത്. ഈ രാജ്യം ഇളകാത്ത രാജ്യം. ഒരാമേൻ പറഞ്ഞിട്ട്. മൂന്നാമതൊരു രാജ്യം ഉണ്ടെന്നല്ല, ഈ മശിഹൈക രാജ്യത്തിന്റെ സ്വഭാവമാണ് ഇളകാത്ത രാജ്യം. അത് ഈ ഇളകാത്ത രാജ്യം എന്ന് പറയുമ്പോൾ അതിനെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൊണ്ട് ചിന്തിക്കണം. ഒന്ന്, ഈ രാജ്യം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെതാണ്. രണ്ട്, ഈ രാജ്യം ക്രിസ്തുവിൻ്റെതാണ്. ദൈവത്തിൻ്റെ സംജ്ഞകളെ നിങ്ങൾ അറിയണം. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവസമീപസ്ഥനാണ്, നിത്യനാണ്. അഞ്ചാമത്തെ ആ സംജ്ഞ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്, മാറ്റമില്ലാത്തവനാണ്. നമ്മുടെ ദൈവം ആരാണ്? ഉച്ചത്തിൽ പറ. നമ്മുടെ ദൈവം ആരാണ്? പോരാ, ഈ ശബ്ദം പോരാ. നമ്മുടെ ദൈവം ആരാണ്?
ഉച്ചത്തിൽ പറഞ്ഞോ, നമ്മുടെ ദൈവം ആരാണ്? മാറ്റമില്ലാത്ത ദൈവം. മാറ്റമില്ലാത്ത ദൈവം. മാറ്റമില്ലാത്ത ദൈവം ഒരക്ഷരീക രാജ്യത്തെ സ്ഥാപിച്ചാൽ ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ആ രാജ്യത്തിന് മാറ്റമുണ്ടാകത്തില്ല. അതാണ് ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത്. അതിന് 4 നിലകളിൽ തിരിച്ചറിയണം. ഒന്ന്, ആ ഭരണത്തിന് മാറ്റമില്ല. 2, ഭരണാധിപന് മാറ്റമില്ല. 3, ഭരണഘടനയ്ക്ക് മാറ്റമില്ല. 4, അവിടെയുള്ളവരുടെ ജീവിത ശൈലിക്ക് മാറ്റമില്ല. പിടികിട്ടിയെന്നാ ഞാൻ കരുതുന്നത്. ഇളകാത്ത രാജ്യം എന്ന് പറയുമ്പോൾ ഈ 4 കാര്യം ഒരിക്കലും മറക്കരുത്. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ 4 കാര്യം. 1, ഭരണത്തിന് മാറ്റമില്ല. 2, ഭരണാധികാരിക്ക് മാറ്റമില്ല. 3, ഭരണഘടനയ്ക്ക് മാറ്റമില്ല. 4, ജീവിത ശൈലിക്ക് മാറ്റമില്ല. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയത്തില്ലയോ, അവനിപ്പോ പണ്ടത്തെ പോലൊന്നുമല്ല, ഒത്തിരി അങ്ങ് മാറി. ഇങ്ങനെ മാറ്റം ആ രാജ്യത്തിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ ഭരണങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടല്ലോ, ഇല്ലേ? ലോകം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പല്ലായിരുന്നോ US ഇലക്ഷൻ? അപ്പച്ചൻ ഇപ്പൊ പിന്നെയും പ്രസിഡന്റ് ആയല്ലോ, ട്രംപ് അപ്പച്ചനെ. ഞാൻ പറഞ്ഞത് 4 വർഷം ആകുമ്പോ മാറിക്കൊടുക്കണമെന്ന്. ഇപ്പൊ നമ്മുടെ ഒരു ബൈ ഇലക്ഷൻ കഴിഞ്ഞല്ലോ ഉള്ളോ. 5 വർഷം മാറിക്കൊടുക്കണം. മാറത്തില്ല എന്ന് പറഞ്ഞ ഏകാധിപതികളൊക്കെ ഉണ്ടെന്ന്. എന്തിയല്ലേ ഗദ്ദാഫി എന്തിയെ അടിച്ച് താഴെ കളഞ്ഞില്ലേ? മാറത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ എന്തിയെ? ചിലരെയൊക്കെ അടിച്ച് താഴെ കളഞ്ഞു, മറ്റു ചിലർ ചത്തൊഴിഞ്ഞു പോയി. ഇവിടുത്തെ ഭരണങ്ങൾക്കും ഭരണാധിപന്മാർക്കും എല്ലാം മാറ്റമുണ്ട്. പക്ഷെ ഈ സ്ഥാപിക്കുന്ന രാജ്യത്തിന് മാറ്റമില്ല. അവിടുത്തെ ഭരണഘടന ദൈവവചനമാണ്, മാറ്റമില്ല. ഒരാമേൻ പറ. അതാ ഇളകാത്ത രാജ്യം. ഹല്ലേലൂയ. ഈ ജീവിതശൈലിക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞില്ലേ? നമ്മളൊക്കെ ഒത്തിരി മാറിയല്ലോ, ഇല്ലേ? ചിലപ്പോൾ നമ്മൾ മറ്റൊരാളെ ചില വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അച്ഛൻ ഒത്തിരി മാറി കേട്ടോ എന്ന് പറയാറില്ലേ? സ്തോത്രം. റീച്ചാനും ഞാനും കൂടെ ചില നാളുകൾക്ക് ശേഷം കണ്ട്, അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു മാറ്റം ഉണ്ടായി എന്ന് നമ്മൾ പറയും. മാറ്റം ഉണ്ടായി. വണ്ണം കുറഞ്ഞെന്നോ, വണ്ണം കൂടിയെന്നോ, വെളുത്തെന്നോ കറുത്തെന്നോ ഒക്കെ പറയും നമ്മൾ. മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ഈ ഇളകാത്ത രാജ്യത്ത് കയറിയാലുണ്ടല്ലോ, ജീവിതശൈലിക്ക് മാറ്റമില്ല. രാവും പകലും ആരാധന. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. രാവും പകലും ആരാധന. സ്തോത്രം. ഈ ചിലരൊക്കെ ആരാധിക്കണമെങ്കിൽ അവർക്ക് ആരാധിക്കാൻ പറ്റിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടാലേ ആരാധിക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും എല്ലായിടത്തും ഒന്നും ആരാധിക്കത്തൊന്നുമില്ല. ചില പ്രത്യേക പാട്ട് കേൾക്കണം, ചിലർക്ക് ചില പ്രത്യേക താളങ്ങളൊക്കെ കേൾക്കണം. ഈ ചിലരിളകണമെങ്കിൽ ഈ ഡപ്പാക്കൂത്തൊക്കെ കേൾക്കണം. 6/8 താളത്തിന്റെ പേര് പറഞ്ഞാൽ അതാ. ഡപ്പാങ്കൂത്തൊക്കെ കേട്ടാലേ ചിലർ ഇളകത്തുള്ളൂ. അങ്ങനെ ഇത് വലിയ സബ്ബൊക്കെ കൊണ്ടുവച്ച് ഇടിക്കുന്നേ അതിനല്ലയോ. ഇതെങ്കിലും കേട്ടിട്ടൊന്ന് ഇളകട്ടെന്നോർത്താ. അല്ലെങ്കിൽ ഇങ്ങനെ തണുത്തിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇന്നലെ വേറൊരു മീറ്റിംഗ് പ്രസംഗിച്ച പറഞ്ഞു, പണ്ട് ഒരു ചർച്ചിൽ ഒരു അച്ചായന് ഒരു ദർശനം കണ്ടു. സഭയുടെ നടുക്കൊരു വലിയ ഫ്രിഡ്ജ് ഇരിക്കുന്നെന്ന്. അതാണ് പുള്ളി കണ്ട ദർശനം. അപ്പൊ പാസ്റ്റർ വെളിപ്പാടുള്ള ആളായിരുന്നുകൊണ്ട് പാസ്റ്റർ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ആ ഫ്രിഡ്ജ് അച്ചാൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം 25 വർഷമായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തണുത്തിരിക്കുക പുള്ളി. ഒരു ചലനവും ഇല്ല, കൈയടിക്കത്തില്ല, പാട്ടുപാടത്തില്ല, സ്വോത്രം പറയത്തില്ല. അപ്പൊ പിന്നെ അച്ചാൻ ഫ്രിഡ്ജ് കണ്ടാൽ അതാരാ? അച്ചാൻ തന്നെ. അപ്പൊ ഇങ്ങനെ ഈ എത്ര കേട്ടാലും ആരാധിക്കാത്ത ചില പുള്ളികളുണ്ട്. സ്വർഗത്തിൽ ചെന്നാൽ ആരാധിച്ചു പോവും. രാപ്പകൽ ആരാധന. ഒരാമയും പറഞ്ഞാട്ടെ.
രാപ്പകൽ ആരാധനയാണ്. ഒരു മടുപ്പും വരത്തില്ല. പ്രസംഗമൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അവിടെ വലിയ ഡ്യൂട്ടി ഒന്നും കാണത്തില്ല. കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കണം. അവിടെ പ്രസംഗമുണ്ട്, പക്ഷെ ഞങ്ങളാരുമല്ല പ്രസംഗിക്കുന്നത്. നാളെ പ്രസംഗിക്കാനിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജുമേത്ര പാസ്റ്ററോ ഇന്ന് പ്രസംഗിക്കുന്ന ഞാനോ ഇന്നലത്തെ പ്രസംഗകനോ ഒന്നുമല്ല അവിടെ പ്രസംഗിക്കുന്നത്. അവിടുത്തെ പ്രസംഗം കർത്താവാണ്. പ്രസംഗ വിഷയം ഞാൻ പറയാം. എഫേസ്യ ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട്, കൃപയുടെ അത്യന്ത ധനം. അതെങ്ങനെ പാസ്റ്റർ ഈ പ്രസംഗ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത്? അങ്ങനെ എഴുതിയിരിക്കുന്നത്, കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൃപയാലാണേലും കൃപയുടെ അത്യന്ത ധനം നമുക്കറിയത്തില്ല. അതറിയാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞു തരും. ഓ ഹല്ലേലൂയ. കർത്താവിന് ചുറ്റും നമ്മൾ ഇരിക്കും, കർത്താവ് പറഞ്ഞു തരും. ഒരാമയും പറഞ്ഞു. ഞാൻ എൻ്റെ ഭാവനെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ആരാധന തുടരും. ഇവിടെ പാടുന്ന എല്ലാ പാട്ടും പാടാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ചില പാട്ടൊക്കെ പാടും. ആമേൻ. ഈ ചില പാട്ടൊക്കെ ലക്കും ലഗാനും ഇല്ലാതെ എഴുതിയ പാട്ടാണ്. 90കളിൽ ഇറങ്ങിയൊരു പാട്ടുണ്ട്. ശ്രുതി വായിക്കണ്ട, ഞാൻ പാടാം. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ പൊന്നേശു. എനിക്ക് മനസ്സിലായിട്ടില്ല ഞാറ്റുവേല പാട്ടി പൊന്നേശു ഉണ്ടെന്ന്. ഞാറ്റുവേല പാട്ട് എന്നാ താനാരോ തന്നാരോ, അതിനകത്ത് പൊന്നേശു ഉണ്ടെന്ന്. സാറേ എന്നാ എഴുതുന്നത്? ഞാറ്റുവേല പാട്ടിൽ എവിടെ യേശു ഇരിക്കുന്നത്? അത് താനാരോ തന്നാരോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടുക. അതിൽ എവിടെ യേശു? ഇതൊന്നും അവിടെ ഒന്നും പാടത്തില്ല. കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ഇതൊന്നും സ്വർഗത്തിൽ പാടത്തില്ലെന്നേ. കേൾക്കാനൊക്കെ നല്ല താളോ മേളോ ഒരു ഓളോ ഒക്കെ ഉണ്ട്. പക്ഷെ സ്വർഗത്തിൽ പാടത്തില്ല. ആമേൻ. ഈ വേറൊരു പാട്ടുണ്ടല്ലോ, കാലക്കേടിൻ്റെ കാലത്ത് വരുമല്ലോ അവരെന്ന് ആശിച്ചു, ബലമില്ലാതായി ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയായി. അപ്പോൾ ഞാൻ ക്രൂശിലോട്ടൊന്ന് നോക്കി. ഇതൊന്നും അവിടെ പാടത്തൊന്നുമില്ല. എല്ലാവരും എന്നെ കറിവേപ്പിലയായിട്ട് കണ്ടപ്പോൾ ഞാൻ കുരിശിലോട്ട് നോക്കി. ഈ പല പാട്ടുകളുടെയും ഒരു സന്ദേശം എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി, എനിക്കാരുമില്ല, ഞാൻ ഏകനായിരുന്നു, ഞാൻ തള്ളപ്പെട്ടു, കർത്താവ് എന്നെ മാനിക്കും, ഇങ്ങനെയൊക്കെയാണ് പാട്ട്. ഇതൊന്നും അവിടെ പാടത്തില്ല. സ്വർഗത്തിൽ പാടുന്ന പാട്ട് പുസ്തകത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് പറയാം. രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ദാനമെന്ന് ഒരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്വർഗത്തിൽ ചെന്നാൽ പാടാൻ പോകുന്ന ഒറ്റ പാട്ടാണ് രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും ദാനം. അങ്ങനെ ഒരു പാട്ടുണ്ട്. രക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. സ്വർഗത്തിൽ ഇത് പാടും കേട്ടോ. സ്വർഗത്തിൽ ചെന്നത് ഇവിടുത്തെ ഏറ്റവും പ്രബല കുടുംബത്തിലെ അംഗമാകുന്നത് കൊണ്ടല്ല, സ്വർഗത്തിൽ ചെല്ലുന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ പാടിപ്പോകു. രക്ഷാദാനം അത് മാധുര്യമാണ്. സ്വർഗത്തിലെ പാട്ടിൽ ഒരു പാട്ടായിരിക്കും രക്ഷ. ആമേൻ. ഈ വേറൊരു പാട്ട് ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പം ക്രൂശീകരണം അവിടുത്തെ പാട്ടായിരിക്കും. ക്രൂശീകരണം വെളിപ്പാട് 5 നമ്മൾ വായിക്കുന്നില്ലേ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിലും സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശങ്ങളിലുമുള്ളവരെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി, നീ യോഗ്യൻ. വിലയ്ക്ക് വാങ്ങുന്നു. ക്രൂശീകരണം സ്വർഗത്തിലെ ഒരു പാട്ടായിരിക്കും. ആമേൻ. ഇങ്ങനെയൊക്കെയുള്ള ചില പാട്ടുകൾ പാടും, അല്ലാതെ എല്ലാ പാട്ടുകളും ഒന്നും പാടാൻ പോകുന്നില്ല. എനിവേ, സ്തോത്രം. നമ്മൾ കർത്താവിനെ രാവും പകലും ആരാധിക്കും. ഞാൻ നിങ്ങളോട് പറയാം, പെർഫെക്റ്റ് മ്യൂസിക് സ്വർഗത്തിലായിരിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. പെർഫെക്റ്റ് മ്യൂസിക് സ്വർഗത്തിലായിരിക്കും. പെർഫെക്റ്റ് മ്യൂസിക് സ്വർഗത്തിലായിരിക്കും. ഈ ജി മൈനർ
നമ്മള് ഒരു പഴയ പാട്ടുണ്ടല്ലോ, വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. യോർദാനക്കരെ കാണുന്നേ എൻ വാഗ്ദത്ത ദേശം, ശോഭയാൽ 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 എൻ വാഗ്ദത്ത ദേശം. സ്വർഗത്തിൽ വൈണികന്മാരുണ്ട്, സ്വർഗത്തിൽ വൈണികന്മാരുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. സ്വർഗത്തിൽ വൈണികന്മാരുണ്ട്. ഈ ഭൂമിയിലും സംഗീതത്തോട് ദൈവത്തിന് ഭയങ്കര താല്പര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈവിലുള്ളവർ ഇറങ്ങിപ്പോകരുത്, 30 സെക്കൻഡ് തരണേ. ഇതിന് ഭയങ്കര പ്രാധാന്യതയുണ്ട് കേട്ടോ, സ്തോത്രം. ഇതിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. നമ്മളത് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പഴയ നിയമത്തിലെ സംഗീതക്കാരൊക്കെ സ്തോത്രം ശുശ്രൂഷകരായിരുന്നു. ലേവ്യരായ സംഗീതക്കാരെല്ലാവരും അങ്ങനെ പറയുന്നത്. സംഗീതക്കാരെല്ലാവരായിരുന്നു ലേവ്യരായിരുന്നു. ലേവ്യര എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാ, അല്ലാതെ ശംഭു തിരുമ്മി തിന്നുന്നവനല്ല സംഗീതത്തിന് വരുന്നത്. ഇവിടുത്തെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. അല്ല, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഞാൻ ഈ 96 തൊട്ട് 2007 വരെ മ്യൂസിക് ഫീൽഡിൽ നിന്നയാളാണ് കേട്ടോ. ഒരു ടീമിലെ നറേഷൻ പറയുന്ന ആളായിരുന്നു ഞാൻ. അപ്പോ എനിക്കറിയാം ഇതൊക്കെ. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ സ്റ്റേജിന്റെ പുറകിലോട്ടൊരു പോക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇവ അതല്ലേലും ഇല്ലേലും ശുശ്രൂഷ മൈൻഡാണ് സംഗീതക്കാർക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. കാരണം ബൈബിള് പറയുന്ന അതാണ്. സംഗീത ശുശ്രൂഷ ഒരു 4 പ്രാവശ്യമെങ്കിലും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സംഗീത ശുശ്രൂഷ ഒന്ന് പറഞ്ഞ പെർഫോമൻസ് അല്ല, സംഗീത ശുശ്രൂഷ. സ്വതന്ത്രം. ചർച്ചിൽ ഏറ്റവും അധികം അടിയുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ക്വയർ. എന്റെ ശബ്ദം കേട്ടില്ല, അവന്റെ ശബ്ദം കേട്ടു, അവളുടെ ശബ്ദം കേട്ടു, ഞങ്ങളുടെ ശബ്ദം കേട്ടില്ല. ഇതാണ് പ്രശ്നം. സ്തോത്രം. ഉറക്കപ്പിച്ചു തൊട്ട് എല്ലാ പിച്ചും പാടുന്ന അമ്മാമേ, നിങ്ങളുടെ ശബ്ദം എങ്ങനെ കേൾപ്പിക്കുന്നേ? അല്ല, ഈ പഴയനിയമത്തിലെ സംഗീതങ്ങളെല്ലാം ശ്രദ്ധിക്കണം. സംഗീതക്കാർ പെർഫെക്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ശിമനേത്ത് രാഗത്തിൽ കാഹളം ധ്വനിപ്പിക്കുവാൻ കഴിയുന്നവരെന്നൊക്കെയാ പറയുന്നത്. പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് ശുശ്രൂഷയാണ്, ഇത് പെർഫോമൻസ് അല്ല. ഈ ആരാധന നന്നാകണമെന്നുള്ളതാണ് ആരാധിക്കാൻ നിൽക്കുന്നവന്റെ ലക്ഷ്യം. അങ്ങനെ ആയിരിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അല്ലാതെ എന്റെ ശബ്ദം ഇങ്ങനെ മുഴച്ചു നിൽക്കണം, അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ആ ഒരു മൈൻഡിൽ നിന്നാലേ ഗ്ലോറി റിവീൽ ആകത്തുള്ളൂ. ഈ ശലോമന്റെ ദേവാലയത്തിൽ ഷെഖേന ഇറങ്ങിയത് സംഗീതക്കാരും കാഹളക്കാരും ഒത്തൊരുമിച്ച്, സ്തോത്രം, അവൻ നല്ലവനല്ലോ, അവനത് എന്നേക്കും ഉള്ളതെന്ന് ഒരേ സ്വരത്തിൽ
ആ വാക്യം ശ്രദ്ധിച്ചാണ്. എങ്ങനെ പാടിയേ? ഒരേ സ്വരത്തിൽ അത്യുച്ചത്തിൽ അവർ പാടിയപ്പോൾ ആലയത്തിനകത്തേക്ക് ഗ്ലോറി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഞാനതാ പറഞ്ഞ പെർഫെക്റ്റ് മ്യൂസിക് സ്വർഗത്തിലാണുള്ളത്. ഹല്ലേലൂയ. അവിടെ ജീവിതശൈലിക്ക് മാറ്റമില്ല. ആരാധന തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ സ്വഭാവമാണ്. യേശു ഭരണം ഏറ്റെടുത്താൽ യേശുവിന്റെ രാജ്യത്തിന് ഇളക്കമില്ല. ഹല്ലേലൂയ. ഞാനത് തെളിയിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം പറയുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ഏത് രാജ്യത്വം? ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം. An eternal kingdom that will never fall. ഒരിക്കലും വീണു പോകാത്ത ഒരു രാജ്യം. വേറൊരു പരിഭാഷയിൽ പറയുന്നു, ആമേൻ, a kingdom that will continue forever. എല്ലാ കാലഘട്ടത്തിലും തുടരുന്ന ഒരു രാജ്യം. വേറൊരു പരിഭാഷയ്ക്കകത്ത് പറയുന്നു, a kingdom that shall never be destroyed. ഒരിക്കൽ പോലും നശിപ്പിക്കപ്പെടാത്ത ഒരു രാജ്യത്വം. അതാ പറയുന്നത് നശിച്ചു പോകാത്ത രാജ്യത്വം. അതാണ് ഇളക്കമില്ലാത്ത രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. കളഞ്ഞു കുളിക്കരുത് കേട്ടോ, കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ കാണുന്നതെല്ലാം മാറിപ്പോകും, എല്ലാം മാറും. ഹല്ലേലൂയ. ഇതെല്ലാം മാറും. കണ്ണിൽ കാണുന്നതെല്ലാം മാറും. മാറാത്ത ഒന്നുണ്ട്, അത് ഇളകാത്ത രാജ്യമാണ്. ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യം. ആ രാജ്യത്തിൽ എങ്ങനെയും പ്രവേശിക്കാൻ പറ്റണം. രണ്ട് കാര്യത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മരണം, അല്ലെങ്കിൽ രണ്ട് കർത്താവിന്റെ വരവ്. ഇത് രണ്ടിലേതായാലും മരിക്കുകയാണെങ്കിലും കർത്താവിലേക്ക് ചേരണം. അല്ല, കർത്താവ് വരുവാണെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണം. ഇതിൽ രണ്ടിലേതായാലും ഇളകാത്ത രാജ്യത്തിനകത്തേക്ക് കയറണം. അത് നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. Glory to God. ദാനിയേൽ 7:14 ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നു, അത് നീങ്ങിപ്പോകാത്ത രാജ്യത്വം, അത് നിത്യാധിപത്യം, ഒരു നാളും നശിച്ചു പോകാത്തതും ആകുന്നു. അവക്കണ്ടോ, ഒരു നാളും നശിച്ചു പോകാത്തത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു നാളും നശിച്ചു പോകാത്തത്. നെവർ ടു ബി ഡിസ്ട്രോയിഡ്. ഒരു നാളും നശിച്ചു പോകാത്ത, ഹല്ലേലൂയ, ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം. അതിനെ വിളിക്കുന്ന പേര് ഇളകാത്ത രാജ്യം. നശിക്കാത്തതും നശിപ്പിക്കാൻ കഴിയാത്തതുമായ ഇവിടെ നിലവിലുള്ള സകല സാമ്രാജ്യങ്ങളെയും അടിച്ച് തകർത്ത് ഇവിടെ നിലനിൽക്കാൻ പോകുന്ന ഒരൊറ്റ രാജ്യത്വം. നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ ബിംബത്തിന്റെ കാൽക്കലടിച്ച കല്ല് അത് ഭൂമിയിൽ നിറഞ്ഞു. മറ്റുള്ളതിനെല്ലാം അടിച്ച് പറപ്പിച്ച് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ഒരിടത്തും തങ്ങാതെ വണ്ണം പറപ്പിച്ചു. ഇന്നിവിടെ 3 ടൈപ്പ് ഭരണ സംവിധാനമുണ്ട്. ഒന്ന് ഡെമോക്രസിയാണ്, ജനാധിപത്യം. 2 മൊണാർക്കിയാണ്, ഏകാധിപത്യം. 3 ഹൈറാർക്കിയാണ്, സ്വേച്ഛാധിപത്യം. ഡെമോക്രസിയെയും മൊണാർക്കിയെയും ഹൈറാർക്കിയെയും അടിച്ച തകർത്തിട്ട് ഇവിടെ ഒരു സാമ്രാജ്യം വെളിപ്പെടാൻ പോകുകയാണ്. അതിന്റെ പേരാണ് തെയോക്രസി, ദൈവാധിപത്യം. ഇളക്കമില്ലാത്ത രാജ്യം. ഇളക്കമില്ലാത്ത രാജ്യം. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ.
ഏകസ്വരത്തിൽ അത്യുച്ചത്തിൽ ഇടിമുഴക്കം പോലെ വന്ന് പറഞ്ഞേ, കാഹളനാദം പോലെ ശബ്ദമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഇളകാത്ത രാജ്യം വെളിപ്പെടാൻ പോകുന്നു. ഈ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ആ വാക്യത്തിൽ അതുണ്ട്. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു. എന്നാ ചെയ്യണ്ടേ? ഭക്തി വേണം. ഉച്ചത്തിൽ പറ, എന്നൊക്കെയാ വേണ്ടിയേ? ഭക്തി വേണം. പോരാ, ഒന്നുകൂടെ പറഞ്ഞു. എന്നൊക്കെയാ വേണ്ടിയേ? ഭക്തി വേണം. ഇത് രണ്ടും ഇപ്പൊ ഇല്ല. ഭക്തിയും ഇല്ല, ഭയവും ഇല്ല. സ്തോത്രം. ലോർഡ് സപ്പർ വരുന്നിടത്ത് ലോർഡ് സപ്പർ എടുക്കാൻ നിൽക്കുന്ന ചേർക്കന്റെ വായിൽ ചൂയിങ്കവാ. സ്തോത്രം. ചൂയിങ്കം ചവയ്ക്കുന്നത് പാപമൊന്നുമല്ല. സ്തോത്രം. പക്ഷെ അത് ലോർഡ് സപ്പർ വരുമ്പം ചെയ്യുകയാണെങ്കിൽ അതിനെ അഭക്തി എന്നാ വിളിക്കേണ്ടത്. ഉണ്ടെന്നില്ല, ഭക്തികേട്. ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയ കാര്യം. ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ വലിയ പ്രസംഗം നടക്കുക. വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ നിന്ന് വലിയ സംഭവം പ്രസംഗിക്കുമ്പോൾ ചെറുക്കൻ മെസ്സി ഗോൾ അടിച്ചോ എന്നാ നോക്കും. സഞ്ജു 6 അടിച്ചോ, മെസ്സി ഗോൾ അടിച്ചോ, കോഹ്ലി ഔട്ടായോ, രോഹിത് 6 അടിച്ചോ. എടാ, അതിന് നിനക്ക് വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലയോ? നീ ചർച്ച വന്നിരുന്ന് വേണം ഇത് ചെയ്യാൻ. ദൈവോചനം കേൾക്കുമ്പോഴാണോ നീ ഇതൊക്കെ തപ്പുന്നേ? മോനെ, ഇതിന്റെ പേരാണ് അഭക്തി. ഇതിന്റെ പേരാ ഭക്തി. ഭക്തി എന്ന് പറയുന്നത് പാസ്റ്റർ കാണുന്നു എന്നുള്ളതിലല്ല, കർത്താവ് കാണുന്നു എന്നുള്ളതിലാണ്. ആ ഭക്തി വരുമ്പോഴാണ് ചിലതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. ആ ഭക്തി വരുമ്പോഴാണ് ചിലതൊക്കെ ഉപേക്ഷിക്കുന്നത്. ഭക്തിയുള്ള ഒരു ജീവിതം ആരും ബോധിപ്പിക്കാനൊന്നുമല്ല, കർത്താവായിട്ടുള്ള ഇടപാടാ. ആരെങ്കിലും ചോദിക്കുക, കർത്താവിന് ഇതെങ്ങനെ അറിയാം? 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഇരുട്ടുപോലെ നിനക്ക് മറവല്ല. ദൈവത്തിനെ ഇരുട്ടുപോലും മറവല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ദൈവത്തിനെ ഇരുട്ടുപോലും മറവല്ല. രാത്രി ദൈവത്തിന്റെ മുൻപിൽ വെളിച്ചം പോലെയാ, മറക്കാൻ പറ്റില്ല. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞു, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് പോലും എൻ്റെ നാവിന്മേലില്ല. സ്തോത്രം. ഞാനൊരു വാക്ക് സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ എന്തു പറയുമെന്ന് നിനക്കറിയാം. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ഭയം നമ്മുടെ അകത്തോട്ട് കയറണം. ഇതിനകത്ത് ബിൽഡാകേണ്ട സാധനമാണ് ഭക്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മുഴുവൻ ദൈവജനത്തോടും ഞാൻ ആത്മാവിൽ പറയാം, ഭക്തി വേണം. ഭക്തി. ഇളകാത്ത രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന് ഭയവും ഭക്തിയും ഒരുപോലെ വേണം. അത് ഒരു കുറ്റവാളി എന്ന നിലയിലുള്ള ഭയമല്ല, ദൈവത്തോടുള്ള ബഹുമാനത്തിൽ ഉണ്ടാകുന്ന ഭയമാണ്. ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. എന്നിട്ട് ഇളകാത്ത രാജ്യത്തിനെ കാത്തിരിക്കുന്നവന്റെ ജീവിതശൈലി ഇത് പറഞ്ഞിട്ട് പറയുക, നമ്മുടെ ദൈവം ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഒന്നിച്ചൊന്ന് പറഞ്ഞ എന്നാ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന. അയ്യോ, കർത്താവിൻ്റെ മുൻപിൽ ഫെമിലിയാരിറ്റി ഒന്നും നടക്കത്തില്ല കേട്ടോ. അവിടുന്ന് പറയുന്നത് പോലെ ജീവിക്കണം. നമ്മുടെ ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നി. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു, നമ്മുടെ ദൈവം ആരാ? തീക്ക് അളിയനെന്നില്ലെന്ന്, തീക്ക് ചേട്ടനെന്നില്ല, തീക്ക് ഉപ്പാപ്പനെന്നില്ല. തീയാണോ കത്തിക്കും. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന, അത് തിരിച്ചറിയണം. ഉസ്സ പെട്ടകത്തെ കയറി പിടിച്ചില്ലേ? പുള്ളി മരിച്ചു പോയില്ലേ? ഉസ്സ പെട്ടകത്തെ കയറി പിടിക്കാനുണ്ടായ കാരണം അറിയോ? ഈ പുള്ളിയുടെ അപ്പന്റെ പേരുണ്ട് ഒബേദേദോം. 20 വർഷം പെട്ടകം കീപ്പ് ചെയ്ത മനുഷ്യൻ. എൻ്റെ ചിന്ത, ഈ ഒബേദേദോമിന്റെ മക്കളിൽ ഒരാളാണ് ഉസായ്. പെട്ടകത്തിന്റെ ചുമതല ഉസായിക്കായിരുന്നിരിക്കും. പെട്ടകത്തിന്റെ അടുക്ക ചെന്ന് പൊടിയൊക്കെ തൂത്ത്, സ്തോത്രം,
പെട്ടകത്തെ എല്ലാ ദിവസവും ശരിയാക്കി വെക്കുന്ന ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് പെട്ടകം ചരിഞ്ഞപ്പോൾ ഉസ പറഞ്ഞു, 20 വർഷമായിട്ട് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയാം. രാജാവ് പിടിക്കണ്ട, എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നല്ലേ. ദാവീദിനും അറിയാം ഇവൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ദാവീദ് ഒന്ന് മാറിക്കൊടുത്തു. പക്ഷേ ഉസായെ, നിന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ പെട്ടകം പെട്ടിയായിരുന്നു. പക്ഷേ ആരാധനയുടെ നടി വന്നപ്പോൾ പെട്ടകത്തിൻ്റെ സ്വഭാവം മാറി. പെട്ടകമായി. മഹത്വം വസിക്കുന്ന പെട്ടകത്തെ നീ കയറി തൊട്ടാൽ നീ ഏത് അപ്പന്റെ മോനാണേലും വിവരം അറിയും. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഓ ജീസസ്, ഞാനീ പ്രസംഗിക്കുന്ന ദൈവഭയം വ്യാപരിക്കാൻ വേണ്ടി തന്നെയാ. അതുകൊണ്ടാണ് പറയുന്നത്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടുകൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഹല്ലേലൂയ. മോശയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, വളരെ ഗൗരവമേറിയൊരു പ്രാർത്ഥന. നിന്റെ കോപത്തിന്റെ ശക്തിയായി നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവൻ ആർ? എന്നിട്ടാ പറയുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണ ഞങ്ങളെ. ജീസസ്, ആ വാക്കുണ്ട്, കോപത്തിന്റെ ശക്തി നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? മക്കപ്പുഴ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ദൈവം എനിക്ക് തരുന്ന നിയോഗത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കോപത്തെയും ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ക്രോധത്തെയും തിരിച്ചറിഞ്ഞോണം കേട്ടോ. അത് തിരിച്ചറിഞ്ഞാൽ ഭയത്തോടും ഭക്തിയോടും ആരുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ലാതെ ദൈവവചനത്തെ നെഞ്ചോട് ചേർത്തങ്ങ് ജീവിക്കുമെന്ന് ഇത് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ബോധിച്ചതുപോലെ നടക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കർത്താവിനോടൊന്ന് പറ, എനിക്ക് ദൈവഭയം തരണം. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. നിങ്ങൾക്ക് ഇളകാത്ത രാജ്യമുണ്ട് കേട്ടോ. നിങ്ങൾ കിങ്ഡത്തിനകത്ത് കയറി കഴിഞ്ഞു. ഇനിയും അതിൻ്റെ അക്ഷരിക ലെവലിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകും. അത് അവിടുത്തെ വരവിനോടുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആ കിങ്ഡത്തിനകത്ത് ഓൾറെഡി ആയതുകൊണ്ട് അതിൻ്റെ നിയമാവലിക്കകത്ത് തുടർന്നാൽ ആ രാജ്യം നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ആ ഇളകാത്ത രാജ്യം കിട്ടും. പക്ഷേ ഭയത്തോടെ ജീവിക്കണം, ഭക്തിയോടെ ജീവിക്കണം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, എല്ലാ അതരങ്ങളും ഒന്ന് തുറന്നേ, എല്ലാ കണ്ണുകളും അടച്ച് അതരങ്ങളെ തുറന്നേ. ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പരിസരം മറന്ന് പ്രാർത്ഥിച്ചേ. എന്നെ സഹായിക്കണേ ദൈവമേ എന്ന് പറഞ്ഞാട്ടെ. എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉച്ചത്തിൽ പ്രാർത്ഥിയുടെ എന്നെ സഹായിക്കണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥിയുടെ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന. എത്ര പേർ പാടും? ഒരുമിച്ച് പാടിക്കേ. ഓ ഹല്ലേലൂയ, ഹോസന്ന, ഓ ഹല്ലേലൂയ, ഹോസന്ന, ഓ ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന്
ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. എല്ലാവരും എഴുന്നേറ്റ് ഓ ഹല്ലേലൂയ ഹോസന്ന പാടിക്കേ പാടിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ അങ്ങെത്രയോ അക്കരമൊന്ന് ഉയർത്തി പിടിച്ച് പാടികേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ അങ്ങെത്രയോ മനോഹരൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതൻ. അങ്ങെത്രയോ മഹോന്നതൻ. അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതൻ. ആ കരങ്ങൾ ഉയർത്തി പിടിച്ച് ചില മിനിറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് പറഞ്ഞു തുടങ്ങിക്കേ. അങ്ങ് മഹോന്നതനാണ്, അങ്ങ് മഹോന്നതനാണ്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, അവിടുത്തെ രാജ്യം മാറ്റമില്ലാത്തതാണ്. ആ ഇളകാത്ത രാജ്യത്തിന് എന്നെ യോഗ്യനാക്കണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിനെ, ഉച്ചത്തിൽ പ്രാർത്ഥിനെ. എനിക്കും എന്റെ തലമുറയ്ക്കും ഇളകാത്ത രാജ്യം നഷ്ടപ്പെടരുത്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് പരിസരം മറന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. പരിസരം മറന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. ആ ഇളകാത്ത രാജ്യം നഷ്ടപ്പെടല്ലേ കർത്താവേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച ഇളകാത്ത രാജ്യം നഷ്ടപ്പെട്ടു പോവല്ലേ കർത്താവേ. വേഗം പ്രാർത്ഥിനെ. ഇളകാത്ത രാജ്യം, ഓ ഇളകാത്ത രാജ്യം നഷ്ടപ്പെടരുത്. ഇവിടെ എന്ത് നഷ്ടപ്പെട്ടാലും സാരമില്ല, എന്ത് നഷ്ടപ്പെട്ടാലും സാരമില്ല. ഇളകാത്ത രാജ്യം മാത്രം നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിനോട് പറ, എനിക്ക് രാജ്യത്തിൽ ജീവിക്കണം, എനിക്ക് രാജ്യത്തിൽ നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഭയം തരണമേ, എനിക്ക് ഭക്തി തരണമേ. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. വിശുദ്ധൻ പക്ഷേ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കാരണം അവർ ഇളകാത്ത രാജ്യമുണ്ട്. ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം. കർത്താവിനോട് ഭയമുള്ള ഒരു ജീവിതം, ഭയമുള്ള ഒരു ജീവിതം എനിക്ക് താ. ഭയമുള്ള ഒരു ജീവിതം. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. എനിക്ക് ഭയമുള്ള ഒരു ജീവിതം താ. എനിക്ക് ഭക്തിയുള്ള ഒരു ജീവിതം താ. എനിക്ക് ഭക്തിയുള്ള ഒരു ജീവിതം താ. ദൈവമേ, അങ്ങ് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ള വെളിപ്പാട് എന്റെ അകത്ത് താ. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല. ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ തലമുറകൾക്ക് കൂടി അങ്ങനെ ഒരു ഭയം വ്യാപരിക്കട്ടെ. തലമുറകൾക്ക് കൂടി അങ്ങനെ ഒരു ഭയം വ്യാപരിക്കട്ടെ. തലമുറകൾക്ക് കൂടി അങ്ങനെ ഒരു ഭയം വ്യാപരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ തലമുറകളിൽ അങ്ങനെ ഒരു ദൈവ ഭയം വ്യാപരിക്കും. അവർ പാപത്തിലേക്ക് തിരിയുന്നവരല്ല, അവർ അശുദ്ധിയിലേക്ക് തിരിയുന്നവരായിട്ടല്ല, അവർ ലോകത്തിലേക്ക് തിരിയുന്നവരായിട്ടല്ല, അതിന്റെ മായിക കാഴ്ചകളിൽ വീഴുന്നവരായിട്ടല്ല, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി ഒരു വിശുദ്ധ തലമുറയായി. ഒരുമിച്ച് പ്രാർത്ഥിരേ, ഒരുമിച്ച് പ്രാർത്ഥിരേ. ദയവായി ആര് കണ്ണുകൾ തുറന്ന് നിൽക്കരുത്. നിർബന്ധമായി കണ്ണുകൾ അടച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിരേ. നിർബന്ധമായി കണ്ണുകൾ അടച്ച്, നിർബന്ധമായി കണ്ണുകൾ അടച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിരേ. അത് റെജിപ്പാസ്റ്റർക്ക് വേണ്ടിയല്ല, യോഗ സംഘാടകർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. യെരൂശലേം പുത്രിമാരെ, കർത്താവ് പറയുന്നു, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി.
റാൽബാന ശകൽമന ധനജലജന രേഖ സെഖതനെ രഗതമനഗഡഗദന. എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ ആരാ പ്രാർത്ഥിക്കാനുള്ളത്? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ ആര് പ്രാർത്ഥിക്കും? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്നില്ലെങ്കിൽ വേറെ ആര് നിൽക്കും? ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞൊരു കൊച്ചു കുഞ്ഞായിരിക്കാം, എന്നാലും പ്രാർത്ഥീനെ. ശമൂവേലിനെ കൊണ്ടുവന്ന് ആലയത്തിനകത്ത് നിർത്തിയിട്ട് ഹന്ന പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ബാലനായിട്ടാ പ്രാർത്ഥിച്ചത്. കാര്യം ബാലനാണ്, പക്ഷെ പ്രാർത്ഥീനെ. എൻ്റെ തലമുറ അങ്ങയ്ക്ക് വേണ്ടി ഉള്ളത്, എൻ്റെ തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി ഉള്ളത്, എൻ്റെ തലമുറ ഭയത്തിൽ ജീവിക്കും, എൻ്റെ തലമുറ ഭക്തിയിൽ ജീവിക്കും. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കേ. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. പഠിക്കേ. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാൻ. ഒന്നുകൂടി പാടിക്കേ. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ആനന്ദിപ്പാൻ. ഒരിക്കൽ കൂടെ. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോടും ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഒരു പുതിയ തീരുമാനമെടുക്കാൻ. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞ ഒരു വാക്കുണ്ട്, ദൈവമേ നീയും ഞാനുമായുള്ള തീരുമാനത്തെ ഒരിക്കൽ കൂടി പുതുക്കുന്നു. അതുപോലെ ഒരു തീരുമാനത്തെ എടുക്കാൻ ഇന്ന് രാത്രി ഇവിടെ ആരുണ്ട്? ഒരു തീരുമാനത്തെ എടുക്കാൻ ആരുണ്ട്? കർത്താവേ, ഒരിക്കൽ കൂടി എൻ്റെ തീരുമാനത്തെ ഞാൻ പുതുക്കുന്നു. എത്ര പേര് പറയും? എൻ്റെ തീരുമാനത്തെ ഞാൻ പുതുക്കുന്നു. പ്രാർത്ഥിച്ചോ. എൻ്റെ തീരുമാനത്തെ ഞാൻ പുതുക്കുന്നു. യേശുവേ, എൻ്റെ തീരുമാനത്തെ ഞാൻ പുതുക്കുന്നു. എൻ്റെ തീരുമാനത്തെ ഞാൻ പുതുക്കുന്നു. എനിക്ക് എങ്ങനെങ്കിലും ഭയത്തിലൊന്ന് ജീവിക്കണം. മനുഷ്യഭയത്തിലല്ല, മരണഭയത്തിലല്ല, അപകട ഭയത്തിലല്ല, രോഗഭയത്തിലല്ല, രാത്രിയിലെ ഭയത്തിലല്ല, ദൈവഭയത്തിൽ എനിക്കൊന്ന് ജീവിക്കണം. എനിക്ക് എങ്ങനെയും അക്കരെ നാട്ടിലൊന്ന് ചെല്ലണം. ആ ഇളകാത്ത രാജ്യത്തിൽ എനിക്കൊന്ന് ചെല്ലണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തെ എടുക്കുന്നു. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ആ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചു. അങ്ങനെയുള്ളവർ മാത്രം ഒരു പുതിയ തീരുമാനത്തെ എടുക്കുന്നു എന്ന് പറയുന്നവർ മാത്രം. ഒരു പുതിയ തീരുമാനത്തെ ഞാൻ എടുക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാ, നിങ്ങൾ വീണ്ടും ജനിച്ചയാളാ, നിങ്ങൾ കൃപയിൽ നിൽക്കുന്നയാളാണ്. പക്ഷേ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച ഒരു പുതിയ തീരുമാനത്തെ ഞാൻ എടുക്കുന്നു എന്ന് പറയുന്നവർ മാത്രമാ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. പ്രിയ പിതാവേ, ഈ തീരുമാനങ്ങൾ എടുക്കത്തക്ക വിധത്തിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര പകർച്ച ഈ കുടുംബങ്ങളുടെ മേൽ, ഈ സഹോദരങ്ങളുടെ മേൽ ദൈവം പകരണമേ. അവരുടെ തീരുമാനത്തിന്റെ മേൽ അവിടുത്തെ ശക്തിയുടെ ഭയങ്കര വ്യാപാരം ഇപ്പോൾ വെളിപ്പെട്ട് തുടങ്ങുന്നതിന് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവർ ഒരു ഭയങ്കര അനുഗ്രഹമാകട്ടെ. ഈ സഭ അനുഗ്രഹിക്കപ്പെടണം. ഇവിടെയുള്ള ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ദൈവം ഇവരെ വളർത്തണമേ. മക്കപ്പുഴയിൽ സ്വന്തം വാസ്തു ദൈവവർക്ക് നൽകണമേ. ഓൺ ബിൽഡിംഗ് ദൈവവർക്ക് നൽകണമേ. 100 കണക്കിന് കുടുംബങ്ങൾ വന്ന് ആരാധിക്കുന്ന അവൻ ആരാധന ഇവർക്ക് നൽകണമേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കാം. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കാം. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കാം. ഇവർ അനുഗ്രഹിക്കപ്പെടും.
Amen. ഇവർ അനുഗ്രഹിക്കപ്പെടും. ഇവർ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്.